നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഓണം ഹൈന്ദവ ആഘോഷമാക്കി മാറ്റി വിവാദം കൊഴുപ്പിക്കുന്നത് ആരാണ്? ആ രാഷ്ട്രീയത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ത്? വാമന ജയന്തിയാണ് തിരുവോണം, മഹാബലിയെ ഓർമ്മിക്കാനല്ല എന്ന് ശ്രീകല ടീച്ചർ പറഞ്ഞതിനെ RSS അവരുടെ മുഖപത്രമായ കേസരിയുടെ മുഖചിത്രത്തിൽ വാമനൻ്റെ ചിത്രം നൽകിക്കൊണ്ട് ഉറപ്പിക്കുന്നത് എന്തുകൊണ്ട്? കൂടാതെ ചരിത്രകാരന്മാർ പോലും ഓണം കൂടുതൽ വ്യക്തമായി പഠിച്ച് മഹാബലി, വാമനൻ എന്ന ചരിത്ര പുരുഷന്മാരെക്കുറിച്ചുള്ള ചരിത്രം വീണ്ടെടുക്കണം എന്ന പുതിയ വാദത്തിന് എന്തടിസ്ഥാനം? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഓണം ഹൈന്ദവാഘോഷമാക്കി മാറ്റുന്നത് ആരാണ്? അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ഉദ്ദേശം എന്ത്? ശ്രീ JR പത്മകുമാർ, താങ്കളും MP രാജേഷും ഈ ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിരക്കിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മറ്റ് രണ്ട് അതിഥികളും സ്വാമി സന്ദീപാനന്ദഗിരിയും ശ്രീ രാഹുൽ ഈശ്വറും ഇപ്പോൾ തന്നെ സ്റ്റുഡിയോയിൽ ഉണ്ട്. ശ്രീ പത്മകുമാർ, ഇന്ന് ഫേസ്ബുക്കിലും നമ്മൾ ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇതാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒരു പ്രേക്ഷകൻ ബിജുകുമാർ ആലക്കോട് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയെ ഹിന്ദുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ ലക്ഷ്യമാണ് പ്രാദേശികമായ ഉത്സവങ്ങളെ കാവി പൂശുക എന്നത്. അതിൻ്റെ ഭാഗമായാണ് വാമനനെ ഓണത്തിനിടയിലേക്ക് ജയന്തി എന്ന ബാഡ്ജും കൊടുത്ത് കടത്തിവിടുന്നത്. പണ്ട് അധിനിവേശ സവർണർ ചെയ്ത അതേ കാര്യം. ഇത് ശശികല എന്ന ഒരു സ്ത്രീയുടെ ബുദ്ധിയൊന്നുമല്ല, അവർ ഒരു ടൂൾ മാത്രമാണ്. ദേശീയ തലത്തിലുള്ള ഗൂഢാലോചന തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. ഇതാണ് ഉയരുന്ന ചോദ്യം. എന്തുകൊണ്ട് ശശികല ടീച്ചർ വാമന ജയന്തി എന്ന് പറഞ്ഞുകൊണ്ട് തിരുവോണത്തെ പരാമർശിച്ച് മുന്നോട്ട് പോയപ്പോഴും BJPയെ പോലെ ഒരു രാഷ്ട്രീയ കക്ഷിയും RSS പിന്തുണയ്ക്കുന്ന സംഘപരിവാറിൻ്റെ മറ്റ് ശക്തികളും അതിന് നേരെ പ്രതികരിച്ച് കണ്ടില്ല? ശ്രീ പത്മകുമാർ. ഇത് കമന്റിനെ സംബന്ധിച്ച് വേറെ എനിക്ക് പറയാനുള്ളൂ. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘം RSS അത് ഇന്ത്യയിൽ തുടങ്ങുന്ന 1925-ലാണ്. അതിന് മുന്നേയും ആളുകൾ ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. കേരളത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങുന്നത് 1940-ലാണ്. അതിനു മുമ്പത്തെ വളരെ ഓണം എങ്ങനെയാണ് ആഘോഷിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നടത്തിയിട്ടുള്ള ആഘോഷം എന്തായിരുന്നു, അല്ലെങ്കിൽ ഓണം എന്നുള്ള കൺസെപ്റ്റ് എന്തായിരുന്നു ഒക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ വെറുതെ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഇത് ഹൈന്ദവ മാത്രമേ ആഘോഷിക്കാൻ പറ്റൂ? നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ ആഘോഷിക്കുന്നത്. പിന്നെ ഒരു ഹിന്ദു ഭാഗമാണ് ഈ ഓണത്തിന്റെ ഐതിഹ്യം. ആ കൺസെപ്റ്റ് ശരിയായിരുന്നോ, അല്ലെങ്കിൽ അത് ഹിന്ദു കൺസെപ്റ്റിനെ സംബന്ധിച്ച് മറ്റു മതങ്ങളുടെ അഭിപ്രായം എന്താണ്? മുസ്ലിം ഈ മഹാബലി എന്ന് പറഞ്ഞൊരു രാജാവ്, രാജാവ് ശ്രീ JR പത്മകുമാർ, അവിടെ തന്നെ ഒരു തർക്കമുണ്ട്. ഈ ഹിന്ദു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വരുന്ന ആചാരാനുഷ്ഠാന ക്രമങ്ങൾ ഒന്നുമല്ലല്ലോ. അങ്ങനെ ഒരു മതത്തിനെ കുറിച്ചുള്ള തർക്കം അങ്ങേക്കും അറിയാവുന്നതാണ്. ഒരുപക്ഷെ ഹിന്ദു മതത്തിലുണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ അല്ല ഹിന്ദു സമൂഹത്തിൽ ഉള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഈ ഓണം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ആഘോഷമാണ് എന്ന തരത്തിൽ എന്തുകൊണ്ടാണ് BJPയും മുന്നോട്ട് പോകുന്നത്? BJP എങ്ങനെ മുന്നോട്ട് വയ്ക്കുന്നത്? ഇതൊരു ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പൊ ലാലും പറയുന്നത്. ഞങ്ങൾ ഹിന്ദു എന്ന് പറഞ്ഞൊരു സങ്കുചിതമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരത്തെ പിന്തിരിപ്പനാണ്, അല്ലെങ്കിൽ ഹിന്ദു ആശയം മോശമാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവർ ഇന്ന് അതിലേക്ക് വന്നു. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല കാര്യമാണ്, നമുക്കറിയാം. ശ്രീ JR പത്മകുമാർ, ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ താങ്കളെ ഓർമ്മിപ്പിക്കട്ടെ. ഇത് പറഞ്ഞത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അധ്യക്ഷ KP ശശികല ടീച്ചറാണ്. അവർ ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഇരുന്ന ആ പദവിയിലാണ് ഇപ്പോൾ ഉള്ളത്. KP ശശികല ടീച്ചർ നാളെ വേണമെങ്കിൽ BJPയുടെ അധ്യക്ഷയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ ആ നിലയ്ക്ക് നമുക്കതിനെ കാണാം. കുമ്മനം രാജശേഖരൻ തന്നെ RSSനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോഴും ഈ ആരാധനാലയങ്ങളിൽ പരിശീലനം നടത്താൻ അനുവദിക്കില്ല എന്ന് കേരള സർക്കാർ പറഞ്ഞപ്പോഴും പ്രതികരിച്ചിട്ടുള്ള ആളാണ്. ആ നിലയ്ക്ക് ഈ വാമന ജയന്തിയാണ്, മഹാബലി സാമ്രാജ്യത്വവാദിയാണ്,
എന്ന് പറഞ്ഞുകൊണ്ട് ഓണത്തെ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷയെ BJP ഏത് രീതിയിലാണ് നേരിടുന്നത് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നത്? ഞങ്ങൾ നേരിടേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ഞങ്ങൾ ഇപ്പൊ ശശികല ടീച്ചർക്ക് ഏത് സംഘടന പ്രവർത്തിക്കാമെന്നുള്ള അഭിപ്രായമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ തിരസ്കരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ BJPയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പറയുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് വളരെ അഭിമാനമായിട്ട് കാണുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരത്തിലൊരു അപകടബോധമോ ആരെങ്കിലും വ്യത്യസ്ത പരിവാർ സംഘടന പ്രവർത്തിക്കുന്നത് കൊണ്ട് ദോഷമോ തെറ്റോ ഒരു നിലപാട് അറിയേണ്ടത് ശ്രീ JR പത്മകുമാർ, KP ശശികല ടീച്ചർ പറഞ്ഞ വാമന ജയന്തി സങ്കല്പത്തിലും കേസരിയുടെ മുഖചിത്രമായി വാമനനെ കൊടുത്തുകൊണ്ട് അതിന് പിന്തുണ നൽകിയതിലും BJP തൃപ്തരല്ല എന്ന് വായിച്ചെടുക്കണമോ? അങ്ങനെയല്ലല്ലോ. വാമനൻ എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നു എന്നും അല്ലെങ്കിൽ മഹാബലി എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു എന്ന് ആദ്യം ഈ പറയുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകൾ അതുണ്ടോ, അതെ ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം എന്താ? അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടോ? എങ്കിൽ വിശ്വാസമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടല്ലേ അടുത്ത കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ശരി, ഞാൻ വരാം. അങ്ങ് സ്റ്റുഡിയോയിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വാമിജിയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ, ഇതാണിപ്പോൾ BJPയുടെ പ്രശ്നം, RSSന്റെയും പ്രശ്നം. ശശികല ടീച്ചർ പറഞ്ഞു, പക്ഷേ ശശികല ടീച്ചർ ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് വരാമോ എന്ന് ടീച്ചറിനോട് ഞാൻ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് ഒറ്റയ്ക്കാണെങ്കിൽ വരാം, ചർച്ചയ്ക്ക് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നാണ്. അത് അവരുടെ ഒരു സംഘടനാ തീരുമാനമായിട്ടാണ് അവർ പറയുന്നത്. അത് ആ അധ്യക്ഷ പദവിയിലായതുകൊണ്ടാണ് അത്രേ. പക്ഷേ കുമ്മനം രാജശേഖരൻ ഇപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ RSSൽ തന്നെ ഇതിനെ പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ പോകുന്ന RV ബാബുവും ഇന്ന് പതുക്കെ വഴുതി മാറി. അവരുടെയൊക്കെ ശരീരഭാഷയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഓൺ ചെയ്യാൻ അവർ തയ്യാറല്ല, സംഘടനയ്ക്ക് താല്പര്യമില്ല, ഇത് കേരളത്തിൻ്റെ മനസ്സിന് പുറത്താണ് ഈ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ശ്രീ JR പത്മകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ എവിടെ ഈ മഹാബലി അല്ലെങ്കിൽ എവിടെ ഈ വാമനൻ, ഇതൊരു കെട്ടുകഥയല്ലേ എന്ന് പറഞ്ഞിടത്തു നിന്ന് ആകെ ഉപയോഗമുണ്ടായിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർക്ക് മാത്രമാണ്. കിട്ടിയ സന്ദർഭം ഉപയോഗിച്ച് ഗവേഷണം നടത്തി വിദേശത്തു നിന്ന് ചില പുസ്തകങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അതിൽ പറഞ്ഞു വെക്കുന്നു വാമനനും മഹാബലിയും ചരിത്ര പുരുഷന്മാരാണ്. ശ്രീ KN പണിക്കർ, ശ്രീ MGS നാരായണൻ തുടങ്ങിയവരൊക്കെ ഈ ചരിത്രം പഠിച്ച് പുസ്തകം ഇറക്കൂ എന്ന് വളരെ വിനയത്തോടുകൂടി രാഹുൽ ഈശ്വർ പറയുന്നു. 3 കാര്യങ്ങൾ. ടെക്നിക്കലി ഇത് വാമന ജയന്തിയാണെന്നുള്ളത് കറക്റ്റാണ്. കാര്യം തിരുവോണം മഹാവിഷ്ണുവിൻ്റെ ജന്മനാളൊക്കെയാണ്. പക്ഷേ ശരിക്കും ഞാൻ ബ്രാഹ്മണ സമൂഹത്തിൽ ജനിച്ച ആളാണ്. എനിക്കതിൽ മഹാബലിക്ക് തന്നെയാണ് പ്രാധാന്യം. നമ്മുടെ എല്ലാ മലയാളികൾക്കും മഹാബലിക്ക് തന്നെയാണ് പ്രാധാന്യം. വളരെ വിനയത്തോട് പറഞ്ഞോട്ടെ, ശശികല ടീച്ചർ എനിക്ക് എന്താ പറയുക, മാതൃതുല്യാണ്, വളരെ പരിപാടികൾക്ക് ഒരുമിച്ചുള്ളതാണ്. പക്ഷേ ശശികല ടീച്ചർ ആ സാമ്രാജ്യത്തോ അടക്കമുള്ള വാക്കുകൾ ഉപയോഗിച്ച ശരിയായില്ല. ഞാൻ പേഴ്സണലി ഇന്നലെ ഫോണിൽ വിളിച്ച് തന്നെ അതിലൊരു വിഷമം പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ മഹാബലിയെ പോലൊരു മനുഷ്യനെ ചേർത്ത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഈ മിസ്റ്റർ ബലി ദ ഗ്രേറ്റ് അല്ലെങ്കിൽ മിസ്റ്റർ മഹാബലി എന്ന് പറയുന്ന ആൾ വീരോചനന്റെയും ദേവാംബയുടെയും മകനായി പിറന്ന, വിന്ധ്യാവലിയുടെ ഭർത്താവായിരുന്ന, ബാണന്റെ അച്ഛനായിരുന്ന, പ്രഹ്ലാദന്റെ കൊച്ചുമകനായിരുന്ന, സൗത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇന്നും തിരുശേഷിപ്പുകളുള്ള, ഉദാഹരണം മഹാരാഷ്ട്രയുടെ തെക്കൻ ഭാഗങ്ങളിൽ വലിരാജ എന്ന് പറയുന്ന അമ്പലങ്ങളുണ്ട് നമ്മുടെ മിസ്റ്റർ ബലിക്ക് വേണ്ടി. അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് അന്വേഷിക്കാനായി ഇതൊരു അവസരമായിട്ട് എടുക്കണം. ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം ഒന്നെങ്കിൽ ഇടത് അല്ലെങ്കിൽ വലത് രാഷ്ട്രീയക്കാരാണ് കൂടുതൽ ചരിത്രം എഴുതിയിരിക്കുന്നത്. ഹിസ്റ്ററി ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. ഞാൻ അല്ല, അങ്ങേ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് കൂടി ഒരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഈ ഗവേഷണത്തിന്റെ സൈദ്ധാന്തികതയിൽ ഒരു ഇടതുവശമുണ്ട്, ഒരു മറുവശമുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രശ്നമായി കരുതരുത്. അത് ഗവേഷണത്തിന്റെ തർക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ശാസ്ത്രീയമായ ഭാഗങ്ങളാണ്. ലാല് പറയുന്ന മെത്തഡോളജിയുടെ ഭാഗമായിട്ട് വരുന്നത് കറക്റ്റാണ്. പക്ഷേ മനഃപൂർവ്വം കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി വെളിയിൽ നിന്ന് ഒരാൾ ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ എഴുതാനുള്ള സാധ്യത കുറവാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഏതോ കാലഘട്ടം മുതൽ മഹാബലി എന്നൊരു മിത്തിനെ കുറിച്ച് അത് ചിന്തിച്ചുകൊണ്ട് മഹാബലിയെ സ്വീകരിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് ഇങ്ങനൊരു കഥ ഇറക്കിയത് അന്നത്തെ CPM-കാരാണ് എന്നാണോ രാഹുൽ ഈശ്വർ പറയുന്നത്? ഏതോ കാലഘട്ടത്തിലെ ഏതോ CPM ചരിത്രകാരൻ പറഞ്ഞതാണോ? അല്ല, രണ്ട് വശത്തും, അതായത് ഇടതുവശത്ത് നിന്നുള്ള KN കുഞ്ഞമ്മ സാറിനെ പോലുള്ളവർ ഇത് ബ്രാഹ്മൺ വേഴ്സസ് ദളിതായി അവതരിപ്പിക്കുന്നുണ്ട്. നേരെ മറിച്ച് വലതുപക്ഷത്തുള്ളവർ ഇതൊരു ഏകശിലാ ഹിന്ദുത്വ രൂപമായി പോകുന്നുണ്ട്. ഇത് രണ്ടും മാറ്റി. ചോദ്യം രാഹുൽ ഈശ്വറിനോട് ഒറ്റ ഒരു ചോദ്യം. രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം തൊട്ട് ഈ തർക്കത്തിൽ ഒരു ന്യായം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഗവേഷണം നടത്തി ഈ ചരിത്ര പുരുഷന്മാരെ കൊണ്ടുവരൂ. ഈ 4-ാം നൂറ്റാണ്ടിന് BC 4-ാം നൂറ്റാണ്ടിന് അതിന് മുമ്പുണ്ടല്ലോ. അതുകൊണ്ട് ഈ വാമനെയും മഹാബലിയെയും കൊണ്ടുവരൂ. അതിന് ഈ മിസ്റ്റർ ബലി, നേരത്തെ ശ്രീ
ശ്രീമതി ശശികല ടീച്ചർ പറഞ്ഞ സാമ്രാജ്യത്വ എന്നുള്ള വാക്കിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഈ മിസ്റ്റർ ഒരുപാട് ബലി പ്രയോഗം പോലും. കാര്യം മിസ്റ്റർ ബലി എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തെ അഭിമാനത്തോടെ ബഹുമാനത്തോടെ, എന്നാൽ മിസ്റ്റർ ബലിയെയും മിസ്റ്റർ അയ്യപ്പനെയും മിസ്റ്റർ രാമനെയും ദൈവികമായ പുരാണികമായ തലം ഉള്ളപ്പോൾ തന്നെ ഒരു മനുഷ്യ തലത്തിലേക്ക് വേണം. ഇത് ജീൻ ഡി മാറ്റ്ലോക്ക് എന്ന അമേരിക്കൻ ചരിത്രകാരനാണ്. ഇദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ വന്നിട്ടില്ലാത്ത, നമ്മുടെ രാഷ്ട്രീയം അറിയാത്ത ഇദ്ദേഹം പറയുന്നത്, പണ്ടത്തെ ഇന്ത്യയുടെ മറുഭാഗമായിരുന്നു പാതാളം. അത് ഇന്നത്തെ സൗത്ത് അമേരിക്കയാണ്. അവിടേക്ക് ഇന്ത്യയുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പരിശോധിച്ചു. ഒട്ടും ഗവേഷണ ബലമില്ലാത്ത ഒരു ഭാഗമാണത്. ഈ ജീൻ ഡി മെറ്റ്ലോക്ക് പറയുന്നത് ഇന്ത്യയിൽ പോലും വരാതെയാണ് അങ്ങ് അമേരിക്കയുടെ ചരിത്രമാണ്. ചോദിക്കട്ടെ, ഈ അമേരിക്ക എന്ന രാജ്യത്തിന് പോലും എത്ര വർഷത്തെ പഴക്കമുണ്ട്? 100-200 വർഷം മാത്രം പഴക്കമുള്ള അമേരിക്ക, അല്ലെങ്കിൽ മാക്സിമം 400 വർഷം കൊടുക്കാം. അതുപോലും ഇല്ലാത്ത ഈ അമേരിക്കയാണോ ഈ BC-ക്കും മുമ്പുള്ള കാലഘട്ടത്തിലെ ഇവിടുത്തെ കാര്യത്തെ കുറിച്ച് എവിടെയോ ഇരുന്നു കൊണ്ട് ഒരു ചരിത്ര പുസ്തകം എഴുതിയതിനെ കുറിച്ച് ന്യായീകരിക്കുന്നത്? ലാലു പറയുന്ന ആധുനിക അമേരിക്കയുടെ കാര്യമാണ്. ജീൻ ഡി മാറ്റ്ലോക്ക് പറയുന്ന പൗരാണിക അമേരിക്കയാണ്. പൗരാണിക അമേരിക്കയുടെ തന്നെ മറ്റൊരു വശമായ സൗത്ത് അമേരിക്കയിലാണ് പാതാളം എന്ന്. ആ പാതാളമാണ് ഇന്ത്യയിൽ ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നതെന്നും കേരളം പോലും കണ്ടിട്ടില്ലാത്ത സൗത്ത് ഇന്ത്യ രൂപത്തിലാണ് അവിടുത്തെ മിത്തുകൾ എന്നറിയാത്ത ഒരാൾ പറയുന്നു. ഇല്ല, എന്റെ ചോദ്യം ഇതാണ്. ചരിത്രപരമായി ശ്രീ രാഹുൽ ഈശ്വർ ഈ ഗവേഷണത്തിന്റെ സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിന്റെ മെത്തഡോളജി അറിയാവുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് അങ്ങ് അംഗീകരിക്കണം. അതുകൊണ്ടാണ് വേറൊരു ഒരാളിനെ തൽക്കാലം ഈ ചർച്ചയിലേക്ക് ഞാൻ വിളിക്കാത്തത്. കാരണം ആ ഭാഗത്ത് പറയാൻ എനിക്ക് അല്ല, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഈ കാര്യങ്ങളിലൊന്നും ശാസ്ത്രീയമായ ഒരു പാതയും സ്വീകരിക്കാതെ ജീൻ ഡി മെറ്റ്ലോക്ക് എഴുതി വെച്ച എന്തോ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന് ആകെ ഉപയോഗപ്പെടുത്തുന്നത് രാഹുൽ ഈശ്വർ മാത്രമാണ്. ഇതിനെ ഓൺ ചെയ്യാൻ ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി പോലും തയ്യാറല്ല. രാഷ്ട്രീയമല്ല, അവിടെയാണ് പ്രശ്നം. ഇത് രാഷ്ട്രീയമോ ഇടതുപക്ഷമോ BJP-യോ അല്ല. അമേരിക്കയിലുള്ള ഒരു ചരിത്രകാരൻ ഇത്തരം രാഷ്ട്രീയ കാലുഷ്യങ്ങളൊന്നുമില്ലാതെ പ്രാചീന അമേരിക്കയുടെ 400 വർഷത്തെ അമേരിക്കയല്ല, 5000 വർഷം മുമ്പുള്ള അമേരിക്കയുടെ, മയന്മാരുടെ, ആസ്ടെക്സിന്റെ, കേച്ചുവയുടെ ഒക്കെ ചരിത്രം എഴുതുമ്പോൾ അതിന്റെ ഭാഗമായി വന്ന റെഫറൻസ് ആണ്. കാര്യം ഇന്ത്യയിൽ നിന്ന് നമ്മൾ കാണുന്നത് പോലെ അമേരിക്ക വെസ്റ്റിലോട്ടല്ല ഈസ്റ്റിലോട്ട് പോയാലും എത്തും. അതായത് ബന്ധമുണ്ടായിരുന്നു എന്ന അമേരിക്കൻ ചരിത്രകാരൻ തെറ്റ്. അത് അമേരിക്കൻ ചരിത്രകാരനാണെന്നും അമേരിക്കയിൽ ഈ ഒരു കഥ മാത്രം പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു ചരിത്രകാരൻ ഉണ്ടായി എന്നുള്ളതും കൂടുതൽ രാഹുൽ ഈശ്വർ കൂടെ മനസ്സിലാക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു മിത്ത് കേരളം മുഴുവൻ കാലങ്ങളായി ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിത്തിനെ തുടർന്നുള്ള കഥയെ പൊളിക്കാൻ വേണ്ടി ഒരാൾ മാത്രം, ജീൻ ഡി മെറ്റ്ലോക്ക് മാത്രം ഒരു ഗവേഷണം നടത്തിയാൽ പോരാ. അതിനൊരുപാട് സ്ഥാപനങ്ങളുടെയും ഒരുപാട് ചരിത്ര ബന്ധങ്ങളുടെയും ചരിത്ര സമൂഹത്തിന്റെയും ഒക്കെ പിൻബലം വേണം. അതിന് എന്തെങ്കിലും നടക്കട്ടെ. എന്തായാലും അടുത്തൊരു 1000 കൊല്ലം കൊണ്ട് അത് തീരാൻ പറ്റുന്നതല്ല. NGS നാരായണൻ സാറും KN പണിക്കർ സാറും അടക്കം, രാജൻ ഗുരുക്കൾ സാറും NG ശശിഭൂഷൺ സാറും അടക്കം ഇടതും വലതും നിൽക്കുന്നവരെ വെച്ച് നമ്മൾ മഹാബലിയുടെ ചരിത്രാസ്തിത്വം അന്വേഷിക്കണം. ഈ ഘട്ടത്തിൽ 2 കാര്യങ്ങളാണ് വരേണ്ടത്. ഇതിന്റെ രാഷ്ട്രീയം അന്വേഷിക്കണം, 1. 2, ഇത്തരത്തിലൊരു ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടതാണോ ഈ മിത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഓണം എന്ന ആഘോഷം? ഈ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ആദ്യം അന്വേഷിക്കുന്നത്. രാഷ്ട്രീയം ഞാൻ MP രാജേഷിലേക്ക് വരാം. ദയവായി MP രാജേഷ് തുടരുക. ശ്രീ സ്വാമി സന്ദീപാനന്ദ ഗിരി, ഇതിലെ ഈ ആഘോഷത്തെ സംബന്ധിച്ച് ഈ ഗവേഷണങ്ങളൊക്കെ നടത്തി ഇനിയൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യമെന്ത്? അല്ല, ഇതിൽ നമ്മൾ ഗവേഷണം നടത്തേണ്ടത് നമ്മുടെ ധർമ്മശാസ്ത്രത്തിലാണല്ലോ. കാരണം ഇത് മെറ്റ്ലോഗോ വാർഡൻ കോർണറോ അല്ലല്ലോ ഇതൊന്നും എഴുതി വെച്ചത്. ഇത് എഴുതിയതാരാ? വ്യാസരാണ് അല്ലേ? അതിലാർക്കെയും തർക്കമുണ്ടോ? കാരണം മഹാബലി ആണെങ്കിലും വാമനനാണെങ്കിലും ഈ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ആൾ വ്യാസരാണ്. അതിലാർക്കും തർക്കത്തിന് വകയില്ല. കാരണം ആ വ്യാസർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്താണ്. ആ വ്യാസരാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ആളുകളുടെ പേരുകൾ എടുത്ത് വ്യാസർ പറയുന്നുണ്ട്. ആരുടെ പേരൊക്കെയാണെന്നറിയോ? പൃഥു പൂരൂരവ ഗാദിർ നഹുഷോ ഭരതോ അർജുന മാന്ധാത സഗരോ രാമ ഗഡ്വാംഗോ ദുന്ദുഹ രഘു തൃണബിന്ദുർ യയാദിശ്യ ശര്യാതിർ ശന്തനുഗയ ഭഗീരഥ കുവലയാശ്വ കകുസ്തോ നൈഷതോ നൃഗ ഹിരണ്യകശിപുർ വൃത്രോ രാവണോ ലോകരാവണ നമുജി ശംഭരോ ഭൗമോ ഹിരണ്യാക്ഷോധ താരക അന്യേച്ച ബഹവ ദൈത്യാഹ രാജാനോ യേ മഹേശ്വരാഹ. ഇതൊക്കെ വലിയ എണ്ണം പറഞ്ഞ രാജാക്കന്മാരുടെയും
ആളുകളുടെ പേരുകളാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് വ്യാസർ പറയാ, കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിദായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വാചോ വിഭൂതി നതു പാരമാർത്ഥ്യം. ഇതൊന്നും, ഈ പറഞ്ഞ ആളുകളുടെ ചരിത്രങ്ങളൊന്നും തന്നെ പരമാർത്ഥത്തിലുള്ളതല്ല. ഞാൻ ജനങ്ങൾക്ക് അറിവുണ്ടാകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കഥകളാണ് എന്ന് ഈ കഥ എഴുതിയ വ്യാസർ ഈ സാധനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതറിയാവുന്നവരാണ് കാലങ്ങളായി ഈ ഓണാഘോഷം നടത്തുകയും ആചരിക്കുകയും ചെയ്യുന്ന മലയാളികൾ. എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെയാണ്. കാരണം ഓണം എന്ന് പറയുന്നത് തന്നെ വേറൊരു വലിയ ഉടമസ്ഥതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാനുള്ള ഒരു കഥയാണത്. എല്ലാ കഥകളും, ഭാഗവതത്തിലെ ആണെങ്കിലും ഭാരതത്തിലെ ആണെങ്കിലും എല്ലാ കഥകളും ആ ഉടമസ്ഥതയെ ബോധ്യപ്പെടുത്തുന്നിടത്ത് എവിടെയാണ് ഈ സാമ്രാജ്യത്വവാദിയായി മഹാബലിയും? ഒരിക്കലുമില്ല. മഹാബലി ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളായിട്ടാണ് ഭാഗവതത്തിൽ വ്യാസൻ അവതരിപ്പിക്കുന്നത്. കാരണം പ്രഹ്ലാദൻ്റെ കൊച്ചുമകനാണ്, മറ്റ് ശുക്രാചാര്യൻ്റെ ശിഷ്യനാണ്, വിരോചനൻ്റെ പുത്രനാണ്. ആ നിലയിലൊക്കെ അദ്ദേഹത്തിനെ കേമനായിട്ട് അവതരിപ്പിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അവസാന സമയം വാമനനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. കാരണം അങ്ങനെ ഇത് ചരിത്രപുരുഷനായിട്ട് പറയുമ്പം വാമനൻ വളരെ വൃത്തികെട്ട ഒരാളായിട്ട് തീരും, ചരിത്രമായിട്ട് ഇതിനെ അവതരിപ്പിച്ച. കാരണം പണ്ട് ഈ കഥയ്ക്ക് ചരിത്ര പ്രാധാന്യം നമ്മൾ കൊടുത്താൽ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? പണ്ട് ഈ ഉത്സവ പറമ്പിൽ ഒരാൾ ഈ പെട്രോൾ മാക്സ് വെച്ചിട്ട് രാത്രി ഈ ഏതെടുത്താലും 2 രൂപ എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ വിൽക്കുമായിരുന്നു, ചെറിയ ബോളും അതും ഇതുമൊക്കെ. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഏതെടുത്താലും 2 രൂപയാണോ? അപ്പോൾ പറഞ്ഞ അയാൾ ഏതെടുത്താലും 2 രൂപയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് 2 സാധനം വേണമല്ലോ, അതേന്ന് നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോളൂ, 4 രൂപ വന്നാൽ മതി. ഇയാൾ ഈ പെട്രോൾ മാക്സും എടുത്തു, ഇയാളുടെ പണപ്പെട്ടി എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ആര് ചെയ്തത്? ഈ പറഞ്ഞ് വാമനൻ ചെയ്യുന്നത്. വാമനനോട് ഇതേ ഭാഷയാണ് ബലി ഉപയോഗിക്കുന്നത്. അങ്ങേക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നുവല്ലോ എന്ന്. ഏതായാലും എൻ്റെ വാക്ക് സത്യമാക്കി തീർക്കുന്നതിന് ആ പാദങ്ങൾ എടുത്ത് എൻ്റെ ശിരസിലേക്ക് വെച്ചോളാൻ പറയുന്നത്. ആ കഥയിൽ എവിടെയാണ് രാഹുൽ ഈശ്വർ എന്നും ശ്രീ ജെ ആർ പത്മകുമാർ എന്നും കൂടി അറിയേണ്ടതുണ്ട്. അതായത് ഉത്സവപ്പറമ്പിൽ ഈ പെട്രോമാക്സും പണപ്പെട്ടിയും എടുത്തോണ്ട് പോയതുപോലെ 2 പാദങ്ങൾ അല്ലെങ്കിൽ 3ാമത്തെ പാദത്തിന്റെ കാര്യം സ്വാമിജി പറഞ്ഞില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൂടി എടുത്തുകൊണ്ട് പോകുന്നതിന്റെ കഥ കൂടി പറഞ്ഞാൽ മതിയായിരിക്കും. ആ 2 പാദങ്ങളുടെ ആ കഥ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. അതിലേക്ക് വരാം. ശ്രീ എം ബി രാജേഷ്, ഈ വിവാദത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നാണ് നിങ്ങളെപ്പോലുള്ളവർ കാണുന്നത്? ഈ ചരിത്രമൊക്കെ ഇപ്പോൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യം എന്താണ്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, ഇവിടെ സ്വാമി സന്ദീപാനന്ദഗിരി വളരെ മനോഹരമായി, ആധികാരികമായി, യുക്തിഭദ്രമായി ഇത് എങ്ങനെയാണ് ഒരു മിത്താവുന്നത് എന്ന് ഇവിടെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. മിത്തും ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴെങ്കിലും ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സമ്മതിച്ചാലും ഇല്ലെങ്കിലും മിത്തിനെ ചരിത്രമായിട്ട് ചിലർ തെറ്റിദ്ധരിക്കുന്നു, മറ്റു ചിലർ ബോധപൂർവം ദുർവ്യാഖ്യാനം ചെയ്യുന്നു. മിത്തിനെയും ചരിത്രത്തെയും കൂട്ടിക്കുഴയ്ക്കുക എന്നത് ഇന്ത്യയിൽ സംഘപരിവാർ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചു വരുന്ന ഒരു രീതിയാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ തന്നെ അടിത്തറകളിൽ ഒന്ന് മിത്തും ചരിത്രവും കൂട്ടിക്കുഴയ്ക്കുക എന്നുള്ളതാണ്. മിത്തിനെ ചരിത്രമായിട്ട് അവതരിപ്പിക്കുക എന്നതാണ്. ഇവിടെ ഇപ്പോ ഈ വിവാദത്തിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണ്? ഒന്ന്, ഇന്ത്യയിലെ ഈ ഓണം എന്ന് പറയുന്ന ഐതിഹ്യം തന്നെ, മഹാബലി എന്ന മിത്ത്, ഇതെല്ലാം ഹിന്ദു സമൂഹത്തിനകത്ത് തന്നെയുള്ള വൈവിധ്യത്തിന്റെ ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ അസുര ചക്രവർത്തിയായ മഹാബലിയെ ആരാധിക്കുന്നു, മഹാബലിയുടെ എല്ലാ വർഷവുമുള്ള തിരിച്ചുവരവ് ആഘോഷിക്കുന്നു. എന്നാൽ ഹിന്ദു സമൂഹത്തിൽ തന്നെ ഉള്ള മറ്റു ചിലർ അസുര ചക്രവർത്തിയുടെ വധം ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോ മഹിഷാസുരനെ വധിച്ച് ദുർഗയെ ആരാധിക്കുന്നവരുണ്ട്, മഹിഷാസുരനെയും ആരാധിക്കുന്നവരുണ്ട്. ഇപ്പൊ കിഴക്കേ ഇന്ത്യയിലെ ബംഗാൾ, ഒറീസ, ബീഹാർ തുടങ്ങിയിട്ടുള്ള കിഴക്കേ ഇന്ത്യയിലെ സാന്താൾ പോലുള്ള ജനവിഭാഗങ്ങൾ, പട്ടികവർഗ വിഭാഗങ്ങളിലൊക്കെ വലിയൊരു വിഭാഗം ആളുകൾ ആരാധിക്കുന്ന മഹിഷാസുരനെയാണ്. ഇനി ഞാനിത് പറഞ്ഞാൽ ചോദ്യം ചെയ്യും. ഉദിത് രാജ് എന്ന BJP MP തന്നെ പറഞ്ഞിട്ടുണ്ട് മഹിഷാസുരനെ ആരാധിക്കുന്നവരുണ്ടെന്ന്. ഉദിത് രാജ് തന്നെ പറഞ്ഞു, അദ്ദേഹം വളരെ പ്രതിഷേധത്തോടു കൂടി തന്നെ പറഞ്ഞു, മഹിഷാസുരനെ ആരാധിക്കുന്നവരെ എതിരായിട്ടുള്ള നിലപാടുകൾ വന്നപ്പോൾ പറഞ്ഞു അങ്ങനെ ആരാധിക്കുന്ന ഒട്ടേറെ പേരുണ്ട് എന്ന്. അപ്പോ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന്റെ തന്നെ ഒരു പ്രത്യേകത. ശ്രീ എം പി രാജേഷ്, താങ്കളും ഈ ഇതൊക്കെ ഒരുപാട് വായിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ, ഞാനും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇതിന്റെ ചരിത്ര ഭാഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇന്നലെ മുതൽ കാണുന്നത്. അവിടെ
ഇപ്പൊ രാഹുൽ ഈശ്വർ തന്നെ മിസ്റ്റർ ബലി എന്ന് പറഞ്ഞുകൊണ്ട് ബലിരാജ എന്ന് പറഞ്ഞുകൊണ്ട് മഹാരാഷ്ട്രയുടെ ഏതോ ഭാഗത്തേക്ക് ഈ നമ്മുടെ മഹാബലിയെ കൊണ്ടുപോകുന്ന കണ്ടു. ഈ മിത്തുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. രാജേഷിന് അത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് പറയാൻ സാധിക്കുന്നതാണ്. ഈ മിത്തുകൾ ഓരോ സ്ഥലത്തും, അതാണല്ലോ ഈ മഹിഷാസുരന്റെ കാര്യത്തിലും സംഭവിച്ചത്. അതാ ഈ ബലി തന്നെ എത്ര ഉണ്ട്? ഒരുപക്ഷെ സന്ദീപാനന്ദഗിരിക്ക് എന്നേക്കാൾ ആധികാരികമായിട്ട് പറയാൻ പറ്റും. 4 or 5 ബലി പുരാണത്തിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശിവന്റെ അവതാരമായിട്ടുള്ള ബലിയെ കുറിച്ച് പറയുന്നുണ്ട്, യാദവ രാജാവായ ബലിയെ കുറിച്ച് പറയുന്നുണ്ട്, വാനര രാജാവായിട്ടുള്ള ബലിയെ കുറിച്ച് പറയുന്നുണ്ട്, അസുര ചക്രവർത്തിയായിട്ടുള്ള ബലിയുണ്ട്, അനേകം ബലിമാരുണ്ട്. ഒരു മിനിറ്റ് ശ്രീ എം പി രാജേഷ്, സ്വാമിജി അതിനെ കുറിച്ച് എന്തോ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും. കാരണം മത്സ്യപുരാണത്തിലും മഹാഭാരതത്തിലും ഇപ്പോൾ വാസിഷ്ഠത്തിൽ ബലിയെയാണ് ദൃഷ്ടാന്തമായിട്ട് പറയുന്നത്. ബലിയുടെ കഥ പറയുന്നുണ്ട്. ഇപ്പോൾ മരണപ്പെട്ട ബലി, കൊല്ലപ്പെട്ടത്, പുനർജീവിക്കുന്നത്, ഇങ്ങനെ പല പുരാണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പരീക്ഷിത്തിനെ കുറിച്ച് പറയുമ്പം ഭയപ്പെടുന്ന ഒരു പരീക്ഷിത്ത്, അതേപോലെ ഭാഗവതത്തിൽ വരുമ്പോൾ ധീരനായ പരീക്ഷിത്ത്, ഇങ്ങനെ പുരാണങ്ങളുടെ വാസ്തവത്തിൽ അത് ചരിത്രവുമായിട്ട് അതിന് പുലബന്ധമില്ല എന്ന് പറയുന്നത് തന്നെ ഈ കോൺട്രഡിക്ഷൻ ആണ്. കാരണം തത്വത്തെ അവതരിപ്പിക്കാൻ വേണ്ടി, മൂല്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി വ്യാസർ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും അത് ചരിത്രമല്ലല്ലോ. ചരിത്രമാണെന്ന് വ്യാസൻ പോലും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഈ എന്താ കോർണറോ അല്ല എന്താ ആരാ നമുക്കറിയില്ല. നമ്മൾ എന്തായാലും കാരണം നമ്മൾ ആ പുസ്തകം രാഹുലിന്റെ മാത്രം ഇപ്പൊ ആർക്കും മേടിക്കാൻ ഞാൻ വരാം. ശ്രീ രാജേഷ് അങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ JR പത്മകുമാർ, ഇവിടെയാണ് ഒരു പ്രശ്നം. ഇതിന്റെ മറുഭാഗത്ത് സംശയങ്ങൾ നിൽക്കുന്നത് ഈ സംഘപരിവാർ എന്ത് നിലപാട് ഈ കാര്യത്തിൽ എടുക്കുന്നു, അവരുടെ ഉദ്ദേശം എന്താണ് എന്നാണ്. ഇപ്പോൾ സ്വാമിജി തന്നെ പറഞ്ഞ വ്യാസൻ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇതിഹാസകാരനായ വാൽമീകിയുടെ കാര്യം എടുക്കാം. ഇവരൊക്കെ ഒരു കീഴ്ജാതിക്കാരൻ എന്ന് നമ്മൾ ജാതി വ്യവസ്ഥയെക്കുറിച്ച് കൂടി പറയുമ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്ന് വന്ന ആളുകളാണ്. അവരെയൊക്കെ, അവരുടെ ഇതിഹാസങ്ങളെയൊക്കെ സ്വന്തമാക്കാൻ ഒരു വിഭാഗം മാത്രം ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അല്ല, അവർക്ക് വേണ്ടി അവരുടെ കഥകളെ, അവരുടെ കഥാപാത്രങ്ങളെ ചരിത്രമാക്കാൻ ശ്രമിക്കുന്നത് ആരാണോ അവർ. ആ ചരിത്രം ആണോ എന്ന് ചോദിച്ചാൽ അത് ചങ്കൂറ്റത്തോടുകൂടി ഏറ്റെടുക്കാൻ തയ്യാറല്ല. അതിന് അവരുടെ കൂടെ നിൽക്കുന്ന വേറെ സംഘടനകളെ പുറത്തേക്ക് വിടും. അവരാണ് പറയുക ആ ചരിത്രം നമ്മൾ നോക്കേണ്ടതാണ് എന്ന്. എന്നാൽ അതിൻ്റെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തലോടിയും അതിനോടൊപ്പം നിന്നും കൂടെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് നേരത്തെ ചോദിച്ചത്, BJP എന്താണ് ശശികല ടീച്ചർ എന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷ പറഞ്ഞ വാമന പൂജയാണ്, മഹാബലി എന്ന സ്വേച്ഛാധിപതിക്കെതിരാണ് എന്ന നിലപാടിനോട് നിങ്ങളൊന്ന് പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചത്. ഞാൻ അതാണ് ഇപ്പോൾ സ്വാമി പറഞ്ഞു, മിത്താണ്, ഒരു സങ്കല്പമാണ്, ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചത്. അപ്പം അതിന് ഞാൻ ആൻസർ മറ്റത് പറയണമെങ്കിൽ ഇതാദ്യം ഇതിനെ സംബന്ധിച്ച് എന്താണ് നിലപാട്? ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇത് മിത്താണെന്നാണോ അതോ ഒരു ചരിത്രമാണെന്നാണോ ജീവിച്ചതുമാണോ എന്നൊരു അഭിപ്രായം ഒരു അങ്ങനെ ആകുമ്പോൾ ഈ വ്യാസൻ പറഞ്ഞ ഒരു കാര്യം മാത്രം മിത്തായി മാറില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ആശയമായി മാറില്ലല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഉള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തത്വശാസ്ത്രം അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി അവർക്ക് തന്നെ ഒരു വിനയായി മാറുന്ന, അവർക്ക് ശാപമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒരു പ്രസ്ഥാനത്തിൻ്റെ അതാണ്, അത് അവർക്ക് തന്നെ വിനയായി മാറിയ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഒരു ഇരുട്ടിൽ ലാലെ പറഞ്ഞോട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഹിന്ദു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ പറയും, ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല. ഇത് കുറേ കാലമായി തുടങ്ങി. സാംബശിവനെ ഉപയോഗിച്ച് എല്ലാ അമ്പലങ്ങളിലും വ്യാസനും കാറൽ മാർക്സും എന്നുള്ള കഥാപ്രസംഗം അവതരിപ്പിച്ചു. KPSC ഉപയോഗിച്ച് എല്ലാ സ്ഥലത്തും ഭഗവാൻ കാലുമാറുന്നു എന്ന് നാടകം അഭിനയിച്ചു. ഇതെല്ലാം അഭിനയിച്ചു. ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഹിന്ദു ആചാരത്തെയും ക്ഷേത്രങ്ങളെയും ലക്ഷ്യം വെച്ചുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ സ്ഥിതി? ഒരു ഭഗവാനും ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് JR പത്മകുമാർ എന്ന BJP കാരനാണോ?
ഞാൻ അതിലല്ലേ പറഞ്ഞത്. അതോ വെറും ഒരു ഹൈന്ദവനായി- അല്ലല്ല, ഞാൻ എന്റെ ചോദ്യം ഇതാണ്. ഈ പറഞ്ഞ ഇവരൊക്കെ ഞാനൊന്ന് ഈ ഹിന്ദു പറഞ്ഞോട്ടെ. ക്ഷേത്രങ്ങളിൽ ഞാനൊന്ന് കയറി പറഞ്ഞോട്ടെ. അവർ ഇതുപോലെ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ഉണ്ട്. നിങ്ങളും അവിടുത്തെ അല്ല, പറമ്പിൽ അതാണ് ഞാൻ പറയാൻ പല പോകുന്നത്. പരിശീലനങ്ങളിൽ ഞാൻ നടത്തുന്നുണ്ടല്ലോ. അതാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചരണങ്ങളെല്ലാം ഒരു പ്രത്യേക സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു ഭഗവാനും കാലും അറിയില്ല, ഒരു വ്യാസന്റെയും ഇമേജ് പോയിട്ടില്ല. പോയത് മൂലധനത്തിന്റെയും കാറൽ മാർക്സിന്റെയും ആണെന്നുള്ള കാര്യം യഥാർത്ഥമാണ്. ഞാൻ അതിനകത്ത് രാഷ്ട്രീയം പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് ഗുണമുണ്ടാകാതിരിക്കാൻ അവർ ശ്രമിച്ചവർക്ക് സാധിച്ചു. ചോദിക്കട്ടെ ലാൽ, ഇപ്പൊ വ്യാസനില്ല എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ മഹാബലി ജീവിച്ചിരുന്നില്ല അല്ലെങ്കിൽ മിത്താണെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഇനി ഞങ്ങൾക്ക് മഹാബലി പോയാൽ രാമനുണ്ട്, രാമനില്ലെങ്കിൽ ശ്രീകൃഷ്ണനുണ്ട്, അല്ലെങ്കിൽ വിഷ്ണു ഉണ്ട്. അതേസമയം നേരെ തിരിച്ച് പ്രവാചകൻ ജീവിച്ചിരുന്നില്ല എന്ന് നിങ്ങളൊരു വാദം ഉന്നയിച്ചു നോക്ക്. ക്രിസ്തുദേവൻ ജീവിച്ചില്ലാലോ നിങ്ങളൊരു ആശയം മുന്നോട്ട് വെച്ച് നോക്ക്. അല്ല, ഞാൻ പറയട്ടെ, വളരെ പ്രധാനം ഞാൻ അങ്ങയോടൊപ്പമാണ്. അങ്ങിപ്പോ ഈ പറഞ്ഞ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഉടനെ പ്രവാചകന്റെ കാര്യത്തിൽ എടുക്കും. ഞാൻ അതല്ല പറഞ്ഞത്. അതല്ലെങ്കിൽ എന്ന് പറയുന്നതാണ് ശശികല ടീച്ചർ പറഞ്ഞത്. ശശികല ടീച്ചർ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ഇത് പറയുന്നതെന്നും നിങ്ങൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു വൈരുദ്ധ്യാത്മകതയുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ആ സെൻസിലല്ല പറഞ്ഞത്. നിങ്ങൾക്ക് മഹാബലി മിത്താണെന്നോ ഇല്ലെന്നോ അല്ലെങ്കിൽ വാമനൻ ഇല്ലെന്നോ പറഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞത് 30 കോടി ദേവന്മാരുണ്ട്, രാമനുണ്ട്, ശ്രീകൃഷ്ണൻ. അതേസമയം മറ്റ് നിങ്ങൾ പറയുന്ന മതങ്ങളെ ആലോചിച്ചിട്ട് പ്രവാചകൻ ഇല്ലെന്നോ യേശുദേവൻ ഇല്ലെന്നോ പറഞ്ഞാൽ അത് തീർന്നു ആ മതം. ശ്രീ എം പി രാജേഷ്, അതാണ് ഇതിന്റെ രാഷ്ട്രീയം. ഇതിനകത്ത് ഈ രീതിയിലുള്ളൊരു തർക്കം ഉണ്ടാകുമ്പോൾ ഒരു വലിയ സമൂഹത്തെ മറ്റ് ഇമേജുകളെ ചൂണ്ടിക്കാട്ടി അവിടെ തർക്കങ്ങൾ ഉന്നയിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താനാകുന്നു. അതാണ് ബി ജെ പിക്കോ സംഘപരിവാറിന്റെ ശക്തികൾക്കോ തൽക്കാലമുള്ള ലാഭം. ശിവാനന്ദഗിരി ധർമ്മശാസ്ത്രങ്ങളിൽ ആഴത്തിൽ അറിവുള്ള ഒരാളാണല്ലോ. അദ്ദേഹം ധർമ്മശാസ്ത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. ഹിന്ദു എന്ന് നാഴികയ്ക്ക് 40 വട്ടം അഭിമാനിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എത്രത്തോളം ധാരണയുണ്ടെന്ന് ഇപ്പൊ 2 പേരും സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഹിന്ദു ഹിന്ദു എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ, അത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നല്ലാതെ ഇവർക്ക് അതിനെ ഈ പറഞ്ഞതുപോലെ ധർമ്മശാസ്ത്രം, പുരാണം, ഇതിഹാസം ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതിനെ നേരിടാൻ അവർക്കാവുന്നില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, എങ്ങനെയാണ് പൊടുന്നനെ ഇപ്പോൾ ഇങ്ങനൊരു ലേഖനം കേസരിയിൽ പ്രത്യക്ഷപ്പെടുന്നതും പിന്നെ ഒരു വിവാദ പ്രസ്താവന വരുന്നതുമൊക്കെ? അത് നിഷ്കളങ്കമല്ല, യാദൃശ്ചികമല്ല. അതിന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. ഈ ഹിന്ദു സമൂഹത്തെ ഏകോപിപ്പിക്കാൻ, ഏകീകരിക്കാൻ, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഏകീകരിക്കാനാണ് സംഘപരിവാർ കഴിഞ്ഞ 10-90 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിൽ അവർക്ക് വിജയിക്കാനായിട്ടില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സങ്ങളിലൊന്ന് നേരത്തെ പറഞ്ഞതാണ്. ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ഒരു ഏകശിലാ വിഗ്രഹം പോലെ ഒന്നല്ല, ഒറ്റക്കല്ലിൽ വാർത്തെടുത്തിട്ടുള്ള ഒന്നല്ല. വലിയ വൈവിധ്യങ്ങളുണ്ട്, വലിയ വൈജാത്യങ്ങളുണ്ട്. ആരാധനാ രീതിയിൽ, വിശ്വാസ പ്രമാണങ്ങളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ എല്ലാത്തിലും വലിയ വ്യത്യാസങ്ങളും വൈജാത്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ അതിനെ അംഗീകരിക്കാൻ RSSനാവില്ല. കാരണം അത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ഒരു ഏകശിലാ വിഗ്രഹമാക്കി മാറ്റാനാവില്ല. അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇതിനെ ഏകോപിപ്പിക്കണമെങ്കിൽ ഈ വൈജാത്യങ്ങൾക്ക് മുകളിൽ ഒരു ഏകതാനത അടിച്ചേൽപ്പിക്കണം. ഒരു ഹോമോജനിറ്റി, കൾച്ചറലായ ഒരു ഹോമോജനിറ്റി അടിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത്. കാരണം വ്യത്യാസങ്ങൾ പ്രധാനമായിട്ട് ഈ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ കൾച്ചറൽ ഹോമോജനിറ്റി അടിച്ചേൽപ്പിക്കണം. അതെന്തിന് വിധേയമായി? ബ്രാഹ്മണ മേധാവിത്വത്തിന് വിധേയമായി, സവർണാധിപത്യത്തിന് വിധേയമായിട്ടുള്ള ഒരു ഏകീകരണമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു വൈവിധ്യത്തെ അതിന് കീഴ്പ്പെടുത്തലാണ് അവരുദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കേസരി ലേഖനത്തിൽ പറയുന്നത് വാമന ജയന്തി നമ്പൂതിരിമാർ ആഘോഷിച്ചത് വിളവെടുപ്പ് ഉത്സവമായിട്ട് ചേർത്ത് ആഘോഷിച്ചു കാണും എന്നാണ്. അപ്പൊ ഇവരുടെ വീക്ഷണം വളരെ വ്യക്തമാണെന്നർത്ഥം. എന്നിട്ട് മറ്റുള്ളവരിൽ ജാതി ആരോപിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? മറ്റുള്ളവർ ഇതിനെ ഇങ്ങനെ ആക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥമാണുള്ളത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാഹുൽ ഈശ്വർ, അതാണ് പ്രശ്നം. ഒന്ന്, ഈ വാമനൻ ആണ് പ്രധാനം, വാമനൻ ചരിത്ര പുരുഷനാണ് എന്നുള്ളതിന്റെ തെളിവാണ്
മഹാബലി മഹാബലി ആയിരിക്കണം. ചരിത്രപുരുഷനാകുമ്പോൾ മഹാബലി ആയിരിക്കണം. വാമനനാവണമല്ലോ. അതെ. എല്ലാവരും മഹാബലിയുടെ റെഫറൻസ് എനിക്കുള്ളൂ. അതെ അതുകൊണ്ടാണ്. അതെ ഈ പറഞ്ഞ ചരിത്ര പുരുഷനാണെന്ന് ഇനി ഇതിലൂടെ അയ്യപ്പനെ ചരിത്ര പുരുഷനാക്കുന്നു. ഇവനാണല്ലോ അതെ അതെ ഒരു മുസ്ലിം സുഹൃത്തുണ്ട്, സെക്കുലർ ആണ്, അതുകൊണ്ട് പേടിക്കണ്ട. അല്ലല്ല അതുകൊണ്ട് ഇപ്പൊ ചരിത്ര അല്ല, ലാലിനെ കൊണ്ട് പേടി വേണ്ട. കമ്മ്യൂണൽ അല്ല. സുഹൃത്തുണ്ടെങ്കിൽ ആ. അതൊരു അപ്പൊ അത് ചരിത്രമാകും എന്നാണോ രാഹുൽ അല്ല, ലാലിന് എങ്ങനെയാണ് ധാരണ എന്ന് എനിക്കറിയാം. മെത്തഡോളജി ലാലിന് എങ്ങനെയാണ് ധാരണ എന്ന് എനിക്കറിയാം. ഇല്ല ഞാൻ പറയട്ടെ ഇല്ല എനിക്കതിനകത്ത് ഈ മറുപടി മതേതരത്വത്തിന്റെ ഭാഗത്താണ്. ഓണം ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെ അയ്യപ്പനേക്കാൾ വലിയ പഠിപ്പിച്ചിരിക്കുന്നത് മതസൗഹാർദ്ദ അങ്ങനെയല്ല. വേദിയല്ലല്ലോ. എന്താ അടുത്തിരിക്കുന്ന ഒരു മുസ്ലിം ഭാവരുള്ള അയ്യപ്പനേക്കാൾ വലിയ മതസൗഹാർദ്ദവാദി അല്ലല്ലോ നമ്മളാരും. അല്ല അതിനെ കുറിച്ച് എനിക്കറിയില്ല. അതൊരു കഥ എനിക്ക് കേട്ട അപ്പൊ ഉള്ള ഇതാണ് കഥ മാത്രമാണ്. അല്ല, ശ്രീ ആ കഥയെ കുറിച്ച് ഒരു പക്ഷേ ഇതാണ് പ്രശ്നം. സ്വാമിജിയാണ് ഇത് പറയുക. കഥ മാത്രം ഇല്ല ആക്കരുത്. ഞാൻ പറയാം അല്ല അത് രാഹുൽ ഈശ്വരനെ നിർബന്ധിക്കാൻ സാധിക്കില്ലല്ലോ. നമുക്കുണ്ടാകുന്ന അന്വേഷിക്കണ്ടേ? അനുഭവങ്ങളുടെ പുറത്താണ് ഒരു പക്ഷേ ഇത് നമ്മൾ വിശ്വസിക്കണമോ കഥയാണോ എന്താണെന്ന് പറയാൻ സാധിക്കുക. ഒരുപക്ഷെ അയ്യപ്പൻ ദൈവമായിട്ട് കരുതുന്നവരുണ്ടാകാം, ചരിത്ര പുരുഷനായി രാഹുലിനെ പോലെ കരുതുന്നവരുണ്ടാകാം, ഒരുപക്ഷെ അതിനേക്കാളപ്പുറം കെട്ടുകഥയായി കരുതുന്നവരുണ്ടാകാം. എൻ്റെ ചോദ്യം ഇതാണ്, ഇതുപോലെയുള്ള ചരിത്ര പുരുഷന്മാരെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കെട്ടുകഥകളിൽ നമ്മൾ മനസ്സിലാക്കിയ കഥാപാത്രങ്ങളെ ചരിത്ര പുരുഷന്മാരായി അംഗീകരിക്കണം എന്നുള്ളതാണോ ഈ കണ്ടുപിടുത്തത്തിൽ നിന്ന് രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയിരിക്കുന്നത്? 3 കാര്യങ്ങൾ. ഒന്ന്, ധർമ്മശാസ്ത്രമോ പുരാണമോ ഇതിഹാസവുമല്ല, ഞാൻ ഹിസ്റ്റോറിയൻസ് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നവരുടെ പുസ്തകങ്ങളും. 2, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള മാർക്കണ്ഡേയ കഡ്ജു എന്ന സുപ്രീം കോടതി ജഡ്ജിയുടെ വിധിന്യായത്തിൽ നിന്നൊരു ഞാൻ പറയട്ടെ, ഇടതുപക്ഷക്കാർക്ക് കൂടെ യോജിപ്പുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വിധിന്യായത്തിൽ, പ്രത്യേകിച്ച് പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള വിധിന്യായത്തിൽ എഴുതുന്നുണ്ട്, വാനരന്മാരടക്കം കുരങ്ങന്മാർ എന്ന് നിങ്ങൾ ബ്രാൻഡ് ചെയ്യരുത്. പ്രാചീന ഇന്ത്യയിലെ ഗോത്ര സമൂഹങ്ങളായിരുന്നു. പലപ്പോഴും സവർണാധിപത്യം അവരെ മോശമായി ചിത്രീകരിച്ചതാണ്. ഇത് നമ്മളുടെ ബഹുസ്വരതയുടെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന, ഇടതുപക്ഷ ചിന്തകർ പറയുന്ന ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഇതിലൊരു കാസ്റ്റ് വാറിന്റെ എലിമെന്റ് ഉണ്ട്. അതായത് അത് ബ്രാഹ്മണും ദളിതും തമ്മിലല്ല. അത് ചരിത്രമാണെന്ന് പറയാനുള്ള തെളിവുകളാണ് പറയുന്നത്. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. അതായത് ഇവരെല്ലാം ചരിത്ര പുരുഷന്മാരാണ്. അംബേദ്കറിനെ കൂടെ ഒന്ന് കോട്ട് ചെയ്തോട്ടെ. അംബേദ്കറിനെ, ലോർഡ് ബുദ്ധ, അവരെയൊക്കെ കോട്ട് അല്ലല്ല വേണ്ട, അംബേദ്കറിനെ കോട്ട് ചെയ്യാം. ബ്രാഹ്മിൺ ക്ഷത്രിയ ഫൈറ്റിൽ ഞങ്ങൾ താന്നുപോയതാണ്, ഞാനൊരു ആര്യനാണെന്ന് എഴുതിയത് അംബേദ്കറാണ്. 1922 ഹൂവേർ ശൂദ്രാസ് പുസ്തകം. ഞാനൊരു ആര്യനാണെന്നും അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചിരിക്കുന്നു. പിന്നീട് അവസാനം ബുദ്ധൻ എന്ന് പറയുന്നത് ഈ സവർണ മേധാവിത്വത്തിനെതിരെ എല്ലാ ജാതികളെയും എതിർത്തിട്ടുള്ള ആളാണ്. ആ ബുദ്ധനും ഹിന്ദു മതത്തിന്റെ കീഴിലാണെന്ന് പറയുന്നവരുടെ വാദമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത്. സാക്ഷാൽ അംബേദ്കർ പറഞ്ഞ എക്സാക്ട് കോട്ടാണ്, ഐ ആം ആര്യ ബട്ട് ദേർ വാസ് എ ബ്രാഹ്മിൺ ക്ഷത്രിയ ക്ലാഷ് ആൻഡ് വി വെന്റ് ഡൗൺ. എന്റെ ചോദ്യം നേരത്തെ രാഹുൽ ഈശ്വർ ചോദിച്ച എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നു. ഇവരെല്ലാം ചരിത്ര പുരുഷന്മാരാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരാൾ ചോദിച്ചിരിക്കുന്നു, വാമനൻ ചരിത്ര പുരുഷനാണെങ്കിൽ വിഷ്ണുവിന്റെ മറ്റവതാരങ്ങളായ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം ഇവരൊക്കെ ചരിത്ര പുരുഷന്മാരാണ്? ഒരിക്കലുമല്ല. കാരണം നേരത്തെ ഈ മിത്തിന്റെ അർത്ഥം എന്താണ്? ഇപ്പം ഗാന്ധിജിയെ കുറിച്ച് ഒരു സിനിമയുണ്ടായി. സിനിമകളെല്ലാം പലപ്പോഴും സിംബോളിക് ആണ്. അതുകൊണ്ട് ഗാന്ധിജി ഇല്ലെന്ന് പറയാൻ കഴിയുമോ? മിത്തോ പുരാണമോ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. രാവണന് 10 തലയൊന്നുമില്ല, 10 തലയുടെ ബുദ്ധിയുണ്ട്. കുംഭകർണന് 100 അടി പൊക്കമില്ല, 7 അടി പൊക്കമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അർത്ഥം സമയമില്ല. എന്റെ ചോദ്യം, ഇതെല്ലാം ഗവേഷണ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാവണന് 7 അടിയേ ഉള്ളൂ എന്നും 10 തല ഇല്ല എന്നുമൊക്കെ ഏത് ഗവേഷണ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശ്രീലങ്കൻ ടൂറിസത്തിന്റെ, ഇന്ത്യയെ ഇല്ലാത്ത ശ്രീലങ്കൻ ടൂറിസത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയാൽ രാമായണവുമായി ബന്ധപ്പെട്ട് 52 സ്ഥലങ്ങൾ അവർ കൊണ്ടുചെന്ന് കാണിക്കും. ഇത് കെട്ടുകഥയാണെന്ന് ശ്രീലങ്കക്കാർക്ക് അഭിപ്രായമില്ല. പക്ഷെ രാമന്റെ ആഘോഷം, കേരളത്തിന്റെ ആചാരം, ശ്രീ രാഹുൽ ഈശ്വർ ശ്രീലങ്കയുടെ വൻ വ്യവസായമായ ടൂറിസത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി 52 102 സ്പോട്ടുകൾ അവർ കണ്ടെത്തി പ്രചരിപ്പിക്കുന്നതിന് കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റുന്നില്ല. ശ്രീലങ്കയുടെ ടൂറിസം മാപ്പിൽ കാണിച്ചിരിക്കുന്ന സന്ദീപാനന്ദഗിരി അല്ല, ഒരു വരി കൂടെ അല്ല, ഇതിന്റെ പിന്നിൽ ചരിത്രമുണ്ട്. ആഘോഷിക്കപ്പെടേണ്ടതെങ്കിൽ, ഇനി അങ്ങോട്ട് ആഘോഷിക്കപ്പെടേണ്ടതെങ്കിൽ, ഇപ്പൊ നേരത്തെ MP രാജേഷും ചൂണ്ടിക്കാട്ടി, ഇന്ത്യ മുഴുവൻ ഒരേ രീതിയിൽ മഹാബലിയെയും വാമനെയും കാണുന്ന അവസ്ഥ ചിലർക്കൊക്കെ രാഷ്ട്രീയപരമായി പ്രയോജനപ്പെടുന്നതാണ്. അങ്ങനെ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഗവേഷണ ചോദ്യങ്ങളെയും ഇതിനെ നിശബ്ദമായി പിന്തുണച്ചും പിന്തുണയ്ക്കാതെ പോകുന്ന ഭരണവിഭാഗങ്ങളുടെയും ഒക്കെ നിലപാടുകളെ കാണാൻ? അതെ, ഇതിൽ നമ്മൾ കാണുന്ന വലിയ അപകടമുണ്ട്. കാരണം ഈ ഇപ്പോൾ ഇവർ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ
അതായത് ഇതിനെ മുഴുവൻ എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ നമ്മുടെ ധർമാചാര്യന്മാർ പറഞ്ഞത്, അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളെ സമൂഹത്തിൽ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന് എന്താ പറയുക അശാന്തി ഉണ്ടാകും. ഇപ്പോൾ ഇവരൊക്കെ വാതോരാതെ പറയുന്ന ഒന്നാണ് നാരീപൂജ. വാസ്തവത്തിൽ നമ്മുടെ ഋഷിമാർ പറഞ്ഞ നാരീപൂജ എന്താ? എത്ര നാര്യസ്തു പൂജ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ കസേരയിൽ ഇരുത്തിയിട്ട് തേനും പാലും നെയ്യും ഒഴിച്ച് കർപ്പൂരം ഒഴിച്ച് പൂജിക്കുക എന്നുള്ളതാണോ? അല്ലല്ലോ. സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. എവിടെയാണ് റോട്ടിൽ സ്ത്രീക്ക് അർഹമായ സ്വാതന്ത്ര്യം കിട്ടുന്നത്? അവളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, അവളുടെ കർമ്മം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അവളുടെ വാക്കുകളുടെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യം ഗർഭത്തിൽ ഭ്രൂണത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്നാണ്. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആ നാരീപൂജ ഇവിടെ കേരളത്തിൽ ആദ്യം അവതരിപ്പിച്ചിട്ടുള്ളത് ആരാ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള ഏർപ്പാടാണ്. അവിടെയാണ് നാരീപൂജ തുടങ്ങുന്നത്. അടുക്കളയിൽ മാത്രം കുത്തിയിരുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു പ്രചോദനം ഉണ്ടല്ലോ. ഇവരെ സംബന്ധിച്ച് നാരീപൂജ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് നാരീപൂജ? അതെ, അതാരും ആവട്ടെ. ശ്രീ ലാലിന് ഇത്രയും കേൾവിശക്തിയും ലിസണിംഗ് ഉണ്ടെന്നുള്ളതിൽ എനിക്ക് അത്ഭുതമുണ്ട്. അതാരും ആവട്ടെ, നമ്മളെ പറയാനൊരു അവസരം തരണം. അപ്പോൾ ഈ പ്രത്യക്ഷമായിട്ട് ഈ കാണിക്കുന്ന കോനാക്കുകളാണ് ഇവരെ സംബന്ധിച്ച് പൂജ. ആയുധ പൂജ അല്ലെങ്കിൽ പുസ്തക പൂജ. പുസ്തകം വായിക്കില്ല, പൂജയാണ്. ഈ പൂജ എന്ന് പറഞ്ഞാൽ സാമ്പ്രാണി ചന്ദനത്തിരിയും പൊക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ഇതല്ല ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത് ഇത് വലിയ അതായത് ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ ചോദിക്കുകയാണ്, ഇതൊരു ചരിത്ര കഥയാണെങ്കിൽ വാമനൻ എന്ന് പറഞ്ഞ ആളാരാണ്? ദേവന്മാരുടെ കൊട്ടേഷൻ എടുത്ത ആളാണ്. ദേവന്മാരെപ്പോഴും കൊട്ടേഷന് സമീപിക്കുന്ന ഒരാളാണ്. കാരണം ദേവന്മാരുടെ കാര്യം നടത്തി കൊടുക്കുന്ന ആളാണ്. ബലി വളരെ കേമനായിട്ടുള്ള രാജ്യം ഭരിച്ചിരുന്ന ആളാണ്. എല്ലാ പ്രജകൾക്കും എല്ലാ വിധത്തിലുള്ള എല്ലാം നൽകിയിട്ട് ഭരിച്ച ഒരാളാണ്. ഈ വാമനൻ വന്നിട്ട് ഇദ്ദേഹത്തിനോട് യാഗം ചെയ്യുന്ന സമയത്ത്, ചരിത്രത്തെ അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ, യാഗം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ 3 അടി മണ്ണ് ഇത് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങ് 3 അടിയല്ല 3 സാമ്രാജ്യങ്ങളെ ചോദിക്കൂ, എന്തു വേണമെങ്കിൽ ഞാൻ തരാമെന്നായി. ഇദ്ദേഹം വലിയ അബദ്ധം പറഞ്ഞത് ഇതാണ്, എന്തു വേണമെങ്കിൽ ഞാൻ തരാം, എൻ്റെ സാമ്രാജ്യം വിസ്തൃതമാണ്, എൻ്റെ എന്ന് അദ്ദേഹം പറഞ്ഞു. യാഗത്തിന് ഇരിക്കുമ്പോൾ എൻ്റെ എന്ന് പറയരുത്. യജിക്കുക എന്ന് പറഞ്ഞാൽ ഇതം ന മമ എന്നതാണ്. അത് മാത്രമേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പെശകുള്ളൂ. പക്ഷേ ഈ വാമനൻ എന്താ ചെയ്തത്? ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഇത് മേടിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ വളരെ ഭയാനകമായ വിധത്തിൽ വരിഞ്ഞു മുറുക്കി, അതായത് വിഷ്ണു പാശം എന്ന് പറയുന്നത് കൊണ്ട് വരിഞ്ഞു മുറുക്കി പീഡിപ്പിക്കുക ചെയ്തത്. അത്രയൊക്കെ പീഡനം ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ മാമൻ ആരാണ്? പോകണം. ഒരു നമ്പർ 1 ക്രിമിനലാണ്. എന്നോട് നേരത്തെ ഇടയ്ക്കൊന്ന് ഇടപെട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഇത്രയും ക്ഷമാശീലം എങ്ങനെയാണ്? സ്വാമിജി പറയുമ്പോൾ ഞാൻ ഒരക്ഷരം പോലും ഇടപെടുന്നില്ലല്ലോ. കേരളത്തിലെ കോടിക്കണക്കിന് ആളുകൾ തലമുറകളായി വിശ്വസിച്ച് ആചരിച്ചു വരുന്ന, മതത്തിനതീതമായി ആഘോഷിച്ചു വരുന്ന ഓണത്തിനെ കുറിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചില ഗവേഷണ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിനോടൊരു നിലപാടെടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. ആ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമുക്കൊരു 4 മുതൽ 5 മിനിറ്റാണ് കിട്ടുക. ശ്രീ ജെ ആർ പത്മകുമാർ, രാഹുൽ ഈശ്വർ, എല്ലാവർക്കും 4 മിനിറ്റിൽ താഴെയാണ് നമുക്ക് ചർച്ച ഉള്ളത്. ശ്രീ ജെ ആർ പത്മകുമാർ, കീഴാളർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ കീഴാളരെ ഒരുമിച്ച് നിങ്ങളുടെ കുടക്കീഴിൽ വരുത്താനാണെന്ന് പറയുമ്പോൾ ഈ കീഴാളർ ഇത്രയും കാലം മഹാബലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അത്തമിട്ടും ആഘോഷം നടത്തി ഓണത്തെ ആഘോഷിച്ച് മുന്നോട്ട് പോയത്. അതിനോടൊപ്പം ഇവിടുത്തെ മതേതര സവർണരും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഒറ്റ സുപ്രഭാതത്തിൽ നിങ്ങൾ കേസരിയിലൂടെയും നിങ്ങളുടെ പ്രസ്താവനകളിലൂടെയും മാറ്റി അടിച്ച് ഇന്ത്യ മുഴുവൻ ഒരൊറ്റ കഥയിൽ, മിത്തിൽ കെട്ടിത്തളച്ചിടാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ഈ കീഴാളർ മേലാളർ എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടാക്കിയെടുത്ത് ഒരു അകൽച്ച ഉണ്ടാക്കുന്നതാണ് ഒരു രാഷ്ട്രീയ പ്രചരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹിന്ദു ഏകീകരണവും ശാക്തീകരണവും സംസ്കരണവും ഒക്കെ നടന്നിട്ടുള്ളത് ഇപ്പോൾ ശക്തി പ്രാപിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഈ 2 മേലാളരെയും കീഴാളരുടെയും എല്ലാവരുടെയും കൂട്ടായ്മയാണ്. അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് അങ്ങ് അറിയാതെ വായിൽ നിന്ന് വന്നു ഹിന്ദു ഏകീകരണം. ഇതാണ് രാജേഷ് പറഞ്ഞത്. ഇന്ത്യയിൽ മുഴുവനുള്ള അതല്ല, ഹിന്ദുക്കൾ ഇത്രയും കാലം ഈ സവർണരുടെ ചാതുർവർണ്ണത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എതിരായിട്ട് പോരാടിയവരാണ്. ഈ താഴെത്തട്ടിൽ അത്തരം പ്രശ്നങ്ങൾക്കെതിരെ ഒരു ആചാരവും അനുഷ്ഠാനവും പോലും നിലനിൽക്കരുത്, ബ്രാഹ്മണർക്ക് അത് വേദനിക്കുന്നതാണെന്നുണ്ടെങ്കിൽ BJP എന്തിന് അതിന്റെ കൂടെ നിൽക്കണം? അല്ല, നിങ്ങൾ ഈ ബ്രാഹ്മണർ ഇതൊക്കെ പറയുമ്പോൾ പേടിച്ചു പോകും? ഒന്നുമില്ലല്ലോ. ഇതിന് എന്താണ് ഈ കേരളത്തിൽ മാത്രം, നിങ്ങൾ ഇന്ത്യയിലൊന്നും പോണ്ട. ഈ ദളിതർ എന്ന് പറയുന്ന ആളുകളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നിട്ടുള്ള ആരാ?
ഈ നിങ്ങൾ ആരാ? അതിന് മുമ്പിൽ നിന്ന് ആരാ? മഹാബലി ആര്? ആ മഹാബലി രാവണനെ ആ മഹാബലിയെ കേരളത്തിലെ പൂജിക്കാൻ ആളുകളോട് സമ്മതിക്കില്ല. പറഞ്ഞു. മഹാബലി മിത്തല്ലേ? ആ പെട്ടെന്ന് മാറിയോ? ഞാൻ പെട്ടെന്ന് മാറിയോ? ആ മഹാബലി മഹാബലിക്ക് മിത്തായിരുന്നില്ല. ഒരു കെട്ടുകഥയാണെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് മിത്തായിരുന്നു, ഇപ്പൊ മഹാബലി കീഴാളർക്കെതിരായി അല്ലേ ഇപ്പോഴത്തെ ഈ കഥയൊക്കെ നമ്മൾ കാണുമ്പോൾ ചെയ്യുന്നത് അതാണ്. അല്ല 30 സെക്കൻഡ് മറുപടി പറയാൻ അവസരം തരണം. സന്ദീപാനന്ദഗിരിജിയുടെ 4 സമയം എനിക്ക് മതി. 4 സമയം ഒരു മിനിറ്റ് സ്വാമിജി. അല്ല, നമുക്ക് പറയാനുള്ള ഇതാണ്, ഒന്നുകിൽ ഇവർ ഇപ്പോൾ ഒരു സമയത്ത് ഇവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞു കളയും. കാരണം സമൂഹം അത്രയ്ക്കും ഇത് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവതാരമാണ്, ഭഗവാൻ അവതരിച്ചാന്ന് പറയും. അപ്പോൾ പിന്നെ വളരെ കാര്യം എളുപ്പമായല്ലോ. ഇത് വളരെ തന്ത്രപൂർവ്വമുള്ള ആസൂത്രിതമായി എക്കാലത്തും നടക്കുന്ന ഒരു കാര്യമാണ്. എക്കാലത്തും 30 സെക്കൻഡ് എടുത്ത് മറുപടി. നേരത്തെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞു മിത്താണ്, കെട്ടുകഥയാണ്. ഇപ്പൊ ഒരു ദളിത് പോരാളിയായ മഹാബലി. അപ്പൊ രാഷ്ട്രീയം ഇതിൽ നിന്ന് മാറ്റി നിർത്തണം, മതവും മാറ്റി നിർത്തണം. ഇതൊരു അക്കാദമികമായ തെറ്റിദ്ധരിപ്പിക്കരുത്. എനിക്ക് ഇതാണ് പ്രശ്നം. നാരി പൂജയെക്കുറിച്ച് 1.5 മിനിറ്റ് പ്രസംഗിച്ചപ്പോൾ ആരും മിണ്ടാതിരുന്നു. ഹൈജാക്ക് ചെയ്തു പോരുത്. നാരി പൂജയെക്കുറിച്ച് 1.5 മിനിറ്റ് പ്രസംഗിച്ചപ്പോൾ ആരും മിണ്ടാതിരുന്നു. രാഹുൽ ഈശ്വർ, ഇത് കീഴാളർക്ക് വേണ്ടി ഞാൻ പിന്നീട് നിലപാടെടുത്തല്ല. 30 സെക്കൻഡ്. കീഴാളർക്ക് ഒരു ആഘോഷം നടത്താൻ ഒരു കെട്ടുകഥ ആശ്വാസമായി. അതിനോടൊപ്പം കേരളത്തിലെ മേൽജാതിക്കാരും നിന്നു. ഇന്നിപ്പോ കേരളത്തിന്റെ മതേതര ചിന്തയുടെ മനസ്സിന്റെ ആഘോഷമാണ് ഓണം. 30 സെക്കൻഡ് അല്ലെന്ന് ആര് പറഞ്ഞു? കേരളത്തിലെ എല്ലാ ജാതികളും മതങ്ങളും ആഘോഷിക്കുന്നതാണ്. ടെക്നോ പാർക്കിൽ അടക്കമുള്ള ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ്. ഇത് ആഘോഷങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ ഇതിന് ചരിത്രപരമായ ഒരു സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്നലെ ഇതാണ് പ്രശ്നം. ഇത് കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം. ചരിത്രകാരനായിരിക്കണം, ഗവേഷണം ഒരു 30 സെക്കൻഡിൽ 20 സെക്കൻഡ് ആരും മുന്നോട്ട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. JR പത്മകുമാർ പോലും അതിനകത്ത് മിത്തെന്നാണ്, കെട്ടുകഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 സെക്കൻഡ് തരണം. 20 സെക്കൻഡ്. ജീൻ ഡി മെറ്റ്ലോക്ക് എന്ന അമേരിക്കക്കാരൻ സംഖ്യയോ കമ്മിയോ കൊങ്ങിയോ അല്ല. ഇതേപോലെ ചരിത്രാന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനോട് കണ്ണടച്ച് നിൽക്കരുത്. ഏക അഭ്യർത്ഥന, അവസാന വരി. KN പണിക്കർ സാറിനെ അടക്കം, MGS നാരായണൻ സാറിനെ അടക്കം, രാജൻ ഗുരുക്കളെ അടക്കം, MG ശശിഭൂഷണെ അടക്കം, ഏതെങ്കിലും അല്ലെങ്കിൽ മലയാൻഗുരു ഗോപാലകൃഷ്ണനെ അടക്കം ഏതെങ്കിലും ചരിത്രപരമായ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെങ്കിൽ നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി രേഖപ്പെടുത്തി വെക്കണം. എല്ലാ വർഷവും ശ്രീ എം ബി രാജേഷ്, ഈ രാഹുൽ ഈശ്വറും JR പത്മകുമാറും സ്വപ്നം കാണുന്നത് പോലെ എന്തെങ്കിലും ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അവർ സ്വപ്നം കാണുന്ന ആ ഒരു കഥ ഉണ്ടാക്കി കൊടുക്കൂ. അതിനുവേണ്ടി നിങ്ങളുടെ ഭരണകൂടത്തിനും ചെയ്യാൻ പറ്റുന്നതൊക്കെ കേരളത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഭരണമാണല്ലോ, നിങ്ങളും ചെയ്തു കൊടുക്കൂ അത്തരം ഗവേഷണം. പക്ഷേ അതിപ്പോൾ അവരുടെ പക്ഷത്ത് ഗവേഷണത്തിനുള്ള തെളിവുകളില്ല. അവർക്ക് നാളെ നിങ്ങളുടെ KN പണിക്കരും മറ്റ് ഗവേഷകരും ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ കഥയ്ക്ക് തുല്യം ആക്കി കൊടുക്കണം. ഇതാണ് അവരുടെ അപേക്ഷ. എന്ത് പറയാനുണ്ട്? പത്മകുമാറിനെ ആ കൂട്ടത്തിൽ കൂട്ടേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അത് മിത്താണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ മറ്റൊരു ചർച്ചയിലും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു നേതാവുണ്ട്, അദ്ദേഹവും മിത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. പോട്ടെ, ഇവിടെ എനിക്കിത് കേൾക്കുമ്പോ ഇപ്പൊ ഏതൊരു അമേരിക്കക്കാരന്റെ തിയറിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മുമ്പൊരു ഉണ്ടായൊരു തിയറിയാണ് ഓർമ്മ വരുന്നത്. ഒന്ന്, ഈ ആർട്ടിക് ധ്രുവം അത് മറ്റേ ബീഹാറിലാണ് എന്നൊരു തിയറി ഗോൾവാൾക്കർ അന്ന് മുന്നോട്ട് വെച്ചിരുന്നു. ആ ബീഹാറിലുണ്ടായിരുന്ന ആർട്ടിക് ധ്രുവമാണ് നീങ്ങി അങ്ങോട്ട് പോയത് എന്ന്, ആ ധ്രുവം മാത്രം നീങ്ങിപ്പോയി ബീഹാർ തന്നെ നിന്നു എന്നൊരു തിയറി ഉണ്ട്. അതുപോലെയുള്ള തിയറികൾ സാധാരണഗതിയിൽ ഒരു അക്കാദമികമായിട്ടുള്ള മൂല്യവുമില്ലാത്ത ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലകളിലെ വിദഗ്ധരായിട്ടുള്ള ആളുകളോ പുച്ഛിച്ചു തള്ളുന്ന തിയറികൾ, അസംബന്ധ ജൽപ്പനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ആധികാരികമെന്ന മട്ടിൽ വാഴ്ത്തുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. വേറെ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരികയാണ്. പണ്ട് ചന്ദ്രനിൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഇറങ്ങിയ സമയത്ത് ഉത്തരേന്ത്യയിലെ സന്തുമാർ പറഞ്ഞു, ആ ചന്ദ്രനല്ല ഇത് വേറെ ചന്ദ്രൻ, നമ്മുടെ ചന്ദ്രനിലല്ല ഇറങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെയൊക്കെയാണ് ഈ സിദ്ധാന്തം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, 10 സെക്കൻഡ് നേരത്തെ പറഞ്ഞതുപോലെ സാംസ്കാരികമായ ഒരു ഏകദാനത അടിച്ചേൽപ്പിക്കുക എന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഹിന്ദു ഏകീകരണത്തിന് ആവശ്യമാണ്. അതിനാണ് മിത്തുകളെ ഇപ്പൊ തലകീഴായിടുന്നത്. രണ്ടാമത്തേത്, ഓണത്തിന്റെ മിത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് സമത്വാധിഷ്ഠിതമായിട്ടുള്ള നീതിയുക്തമായ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം കൂടിയാണ്.
അതും സംഘപരിവാറിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒന്നാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞൊരു കാലം. സ്വാമിജി 10 സെക്കൻഡിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് രാഹുൽ ഈശ്വർ ഇടപെടും. അതും കൂടെ കരുതിക്കൊണ്ട് സ്വാമിജിക്കാണ് ചോദ്യം. രാഹുൽ ഈശ്വർ എന്ത് ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടു നോക്കാം. എങ്ങനെ ഓണം ഇപ്പോൾ ഈ വിവാദങ്ങൾക്കിടയിൽ കേരളീയർ ആഘോഷിക്കണം? സ്വാമിജി 10 സെക്കൻഡിൽ പറയാം. നമുക്കറിയാലോ, നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ ഓണം എങ്ങനെയാണ് ആഘോഷിച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ ഒന്ന് എല്ലാ കുടുംബക്കാരെ പോയി കാണുന്നു, പുതിയ വസ്ത്രങ്ങൾ, എല്ലാവരും അതിൽ ജാതി മതം ഒരു തരത്തിലുള്ള ഭേദവും ഇല്ലാതെ നടന്നിരുന്ന ഈ ഉത്സവത്തെ ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് വലിച്ചഴിച്ചിട്ടത് ആരാ? ആ ചോദ്യം കേരളത്തിന്റെ മനസാക്ഷിക്ക് കേരളത്തിൽ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ചരിത്രത്തെ ഉണർത്താൻ സമയമായി ആ ഒരൊറ്റ സ്വപ്നത്തിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും. ദയവായി അതിന് പറ്റുന്ന ഗവേഷകർ വേണ്ട തെളിവുകൾ നൽകുക. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. കേരളീയർക്ക് നല്ല ഓണം ആഘോഷിക്കാൻ അവസരമുണ്ടാകട്ടെ. ചർച്ചയിൽ പങ്കെടുത്ത സ്വാമി സന്ദീപാനന്ദഗിരി, ശ്രീ രാഹുൽ ഈശ്വർ, JR പത്മകുമാർ, MP രാജേഷ്, നന്ദി.